അകവും പുറവും ഒരുപോലെ ഉരുകുന്ന വേനൽക്കാലമാണ്. അല്പം കുളിര് തേടി പോകാൻ മലനിരകളും വനങ്ങളും എല്ലാം അടുത്തു തന്നെ ധാരാളമുണ്ട്. കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കണ്ട് കണ്ട് മല കയറി നെല്ലിയാമ്പതിയിലെ തണുപ്പിലേക്ക് പോകാൻ പറ്റിയ സമയമാണ്. നെല്ലിയാമ്പതിയെ പാവപ്പെട്ടവരുടെ ഊട്ടി എന്ന് വിളിക്കുന്നത് വെറുതെയല്ല എന്ന് ഈ യാത്ര മനസ്സിലാക്കിത്തരും. പാലക്കാട് ജില്ലയിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയാണ് നെല്ലിയാമ്പതി. പോത്തുണ്ടി ഡാമിന് സമീപത്തുള്ള ചെക്ക് പോസ്റ്റിൽ നെല്ലിയാമ്പതി കാണാനെത്തിയ സഞ്ചാരികളുടെ കാറ് നിൽക്കുന്നത് കാണാം. ജൂൺ മുതൽ ഡിസംബർ വരെയാണ് തണുപ്പ് കൂടുതലെങ്കിലും ജനുവരി മുതൽ മെയ് വരെയുള്ള ചൂടുകാലത്തും സുഖകരമാണ് ഇവിടുത്തെ കാലാവസ്ഥ. നെല്ലിയാമ്പതിയുടെ കിഴക്കും പടിഞ്ഞാറുമായി കാഴ്ചകൾ ഏറെയുണ്ട്. സീതാർകുണ്ട്, കേശവൻപാറ, പാടഗിരി, പോത്തുപാറ, പലക്കപ്പാണ്ടി, തൂക്കുപാലം. പ്രകൃതി ദൃശ്യങ്ങൾ പലതുണ്ടെങ്കിലും മാനും കാട്ടുപോത്തും മലയണ്ണാനും കാട്ടുപന്നിയുമൊക്കെയാണ് ക്യാമറ പ്രേമികളുടെ പ്രതീക്ഷ. ഇതൊന്നും കൂടാതെ നെല്ലിയാമ്പതിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഐറ്റമുണ്ട്, മലമുഴക്കി വേഴാമ്പൽ. മലപ്രദേശമാകെ കേൾക്കും വിധം ചിറകുവീശി ഭാഗ്യമുള്ള സഞ്ചാരികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഈ പ്രദേശത്തെ നിവാസികൾ പണ്ട് നെല്ലി എന്ന അമ്മദൈവത്തെ ആരാധിച്ചിരുന്നു. നെല്ലി ദേവതയുടെ ഊര് എന്ന അർത്ഥത്തിലാണ് നെല്ലിയാമ്പതിക്ക് ആ പേര് ലഭിച്ചത്. നെന്മാറയിൽ നിന്ന് 26 കിലോമീറ്റർ അകലെയാണ് നെല്ലിയാമ്പതി. പോത്തുണ്ടി കഴിയുമ്പോൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വനങ്ങളാണ്. ഇവിടെ നിറയെ തേക്കുമരങ്ങൾ കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ വഴിയിൽ മാന്, കുരങ്ങ്, മുള്ളംപന്നി തുടങ്ങിയ കാട്ടുമൃഗങ്ങളെയും കാണാം. മഴക്കാലത്ത് വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞ മനോഹരമാണ് ഈ വഴിയിലെ കാഴ്ചകൾ. ഓറഞ്ച് തോട്ടങ്ങൾക്കും ഏറെ പ്രസിദ്ധമാണ് നെല്ലിയാമ്പതി. സഞ്ചാരികൾക്ക് താമസവും ഭക്ഷണവും ഒരുക്കുന്ന ഹോട്ടലുകളും റിസോർട്ടുകളും ഇവിടെ നിരവധിയുണ്ട്. നെല്ലിയാമ്പതിയിലെ ആദ്യത്തെ ജംഗ്ഷനാണ് കൈകാട്ടി. തമിഴ് മലയാളം സിനിമകളുടെ സ്ഥിരം ലൊക്കേഷനാണ് നെല്ലിയാമ്പതി. ഇവിടുത്തെ ഹിൽ വ്യൂ പോയിന്റ് മലയാളികൾ കണ്ടത് ബ്രഹ്മരത്തിലും അപരിചിതനിലുമാണ്. സെപ്റ്റംബർ മുതൽ ജൂൺ വരെയാണ് നെല്ലിയാമ്പതിയുടെ ടൂറിസം സീസൺ. ഈ മാസങ്ങളിൽ 4ഉം 5ഉം സിനിമകൾക്ക് നെല്ലിയാമ്പതി ലൊക്കേഷനായി മാറാറുണ്ട്. ഈ ഹിൽ സ്റ്റേഷൻ സമുദ്രനിരപ്പിൽ നിന്ന് 1600 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10 ഹെയർപിൻ വളവുകൾ കടന്നു വേണം ഇവിടെ എത്താൻ. ഈ വളവുകളിലൂടെയുള്ള യാത്രയിൽ പോത്തുണ്ടി ഡാമിൻ്റെ വിസ്മയകരമായ കാഴ്ചകളും ഒപ്പം സമീപത്തെ വന്യജീവികളുടെ കാഴ്ചകളും ആസ്വദിക്കാനാവും. ചെക്ക് പോസ്റ്റ് കടന്നാൽ കാണുന്ന ഹെയർപിൻ വളവുകൾ യാത്രയുടെ ത്രിൽ ആസ്വദിക്കാൻ പറ്റിയ സമയമല്ല മഴക്കാലം. വളവിലും തിരിവിലും മണ്ണിടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഡ്രൈവിങ്ങിൽ അതീവ ശ്രദ്ധ വേണം. കൈകാട്ടിക്കടുത്തുള്ള കേശവൻപാറ എന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ താഴെ താഴ്വാരത്തിൻ്റെ മനോഹരമായ ദൃശ്യം കാണാം. നെല്ലിയാമ്പതിയിലെ തേയിലത്തോട്ടം കഴിഞ്ഞാൽ പിന്നെ വനമേഖലയാണ്. വ്യൂ പോയിന്റിലും കേശവൻപാറയിലും മാൻപാറയിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ അപകടം മുന്നിൽ കണ്ടുവേണം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ. നെല്ലിയാമ്പതിയുടെ പരിസര പ്രദേശങ്ങളിൽ കാണാനായി നിരവധി കാഴ്ചകളുണ്ട്. സീതാർകുണ്ട് വാട്ടർഫോൾസ് ആണ് അവയിലൊന്ന്. രാമനും സീതയും ലക്ഷ്മണനും വനവാസക്കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് വിശ്വാസം. ദൂരെയുള്ള ചൂളിയാർ അണക്കെട്ടും കൊല്ലങ്ങോട് ടൗണും മലമുകളിൽ നിന്ന് കാണാൻ കഴിയും. തേയിലത്തോട്ടത്തിൻ്റെ അതിരിലാണ് സീതാർകുണ്ട്. തേയില ഔട്ട്ലെറ്റിന് മുന്നിൽ സന്ദർശകർക്ക് വാഹനം നിർത്തിയിടാം. അവിടെ നിന്ന് 100 മീറ്റർ നടന്നാൽ സീതാർകുണ്ടിലെത്താം. ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ടീ എസ്റ്റേറ്റാണ്. റോഡിൻ്റെ 2 സൈഡും പച്ചപ്പരവതാനി വിരിച്ച പോലുള്ള ടീ എസ്റ്റേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. പാലക്കാട് ജില്ലയിലെ മറ്റൊരു സ്വർഗം അതാ നമ്മുടെ ഈ നെല്ലിയാമ്പതി. ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കുറേ യൂക്കാലിപ്റ്റസ് മരങ്ങളുണ്ട്. കാറ്റടിക്കുമ്പോൾ യൂക്കാലിപ്റ്റസിൻ്റെ മണം ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പോപ്സ് ഗ്രൂപ്പ് വാങ്ങിച്ച ആദ്യത്തെ പ്ലാന്റേഷനാണ് ഈ സീതാർകുണ്ട് എസ്റ്റേറ്റ്. എസ്റ്റേറ്റ് വാങ്ങിയ ശേഷം ഒരുപാട് മാറ്റങ്ങൾ അവർ ഇവിടെ കൊണ്ടുവന്നു. നിലത്ത് വിരിച്ചിട്ട ഒരു ഭൂപടം മുകളിൽ നിന്ന് നോക്കി കാണുന്ന പോലെ കൊല്ലങ്ങോട് ടൗൺ മുഴുവനായി ഇവിടെ നിന്ന് കാണാം. വീടുകളും പുൽമേടുകളും പാടങ്ങളും മരങ്ങളും പുഴയും വഴിയുമെല്ലാം ചെറുതിരകളായി മുന്നിൽ തെളിയുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ മലചെരുവും അഗാധമായ കൊക്കയുമാണ് മറുവശം. ഇടുക്കിയിലെ രാമക്കൽമേടിലെ പാറപ്പുറത്ത് നിന്ന് തമിഴ്നാട്ടിലെ കമ്പവും തേനിയും കാണുന്നത് പോലെ മനോഹരമാണ് സീതാർകുണ്ടിൽ നിന്നുള്ള ദൃശ്യം. ഇവിടെ വരുന്നവർ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഈ പ്ലാന്റേഷനിൽ ചായത്തോട്ടങ്ങൾ മാത്രമല്ല അതിനിടയ്ക്ക് കുറേ മരങ്ങളും ചെടികളുമൊക്കെ കാണാൻ പറ്റും. വളരെ പ്രശസ്തമായ ഒരു മൾട്ടി ക്രോപ്പ് ഓർഗാനിക് എസ്റ്റേറ്റാണ് നമ്മുടെ ഈ സീതാർകുണ്ട് എസ്റ്റേറ്റ്. നമ്മളിനി പോകുന്നത് പോത്തുണ്ടി ഡാമും ഗാർഡനുമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1958 അന്നത്തെ ഗവർണറായിരുന്ന വി രാമകൃഷ്ണ റാവു ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഇനോഗ്രേറ്റ് ചെയ്തു എന്ന. പോത്തുണ്ടി ഡാമിൻ്റെ മുഖച്ഛായ തന്നെ ആകെ മാറിയിട്ടുണ്ട്.
നമുക്കിനി ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാം. പോത്തുണ്ടി ഡാമിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെയുള്ള പ്രതിമകൾ തന്നെയാണ്. ഭയങ്കര ഡീറ്റെയിലിങ്ങും ഫിനിഷിങ്ങുമാണ് ഇവിടെയുള്ള പ്രതിമകൾക്ക്. ആ കാണുന്ന സ്റ്റെപ്സ് കയറിയാൽ ഡാമിൻ്റെ കംപ്ലീറ്റ് വ്യൂ കിട്ടും. ഇനി നമുക്ക് പോത്തുണ്ടി ഗാർഡൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. ഇവിടെ കുറച്ച് മരങ്ങളുടെ തണലുള്ള കാരണം നടത്തം വലിയ കുഴപ്പമില്ല. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒഴിവാക്കിയാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പോത്തുണ്ടി ഗാർഡൻസിൽ റീസെൻ്റായിട്ട് കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടം. വൈകുന്നേരങ്ങളിലൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് പോത്തുണ്ടി ഡാം. ചെറിയൊരു ഫാമിലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. പാലക്കാട് ടൗണിൽ നിന്ന് 42 കിലോമീറ്ററും നെന്മാറയിൽ നിന്ന് 8 കിലോമീറ്ററുമാണ് പോത്തുണ്ടിയിലേക്കുള്ള ദൂരം. പോത്തുണ്ടി അണക്കെട്ട് ഇന്ത്യയിലെ വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം കൂടിയ ഡാമുകളിൽ ഒന്നാണ് പോത്തുണ്ടി ഡാം. നെല്ലിയാമ്പതി മലനിരകളാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ഈ ഡാം പോത്തുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അയിലൂർ പുഴയുടെ പോഷക നദിയായ മീൻചാടി പുഴ, പടിപ്പുഴ എന്ന പേരുള്ള പുഴകളിലാണ് പോത്തുണ്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത്.